അപ്പോൾ ഈ വീഡിയോസ് ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇത് പിന്നെ നോമ്പിന് വാങ്ങിയൊരു വത്തക്കയിന്ന് നോമ്പ് ലാസ്റ്റ്. അപ്പോൾ അത് ഒട്ടും മധുരമില്ലാത്ത കാരണം അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി ചെയ്യുന്നു. 2-3 പ്രാവശ്യം കളയട്ടെ വിചാരിച്ചെടുത്തിട്ടോ, പക്ഷേ മനസ്സ് സമ്മതിച്ചില്ല. ഈ നോമ്പൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചങ്ങനെ അങ്ങനെ എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ പിന്നെ മോള് വന്നപ്പോൾ മോള് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്, ഇനി സർബത്തോ ജ്യൂസ് അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ അവൾ അതിനൊക്കെ കോരിയിടാണ് കേട്ടോ. അപ്പോൾ ഒരു വെള്ള പട്ടത് മാറ്റിയിടുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ കാമ്പൊക്കെ ഞങ്ങൾ കയ്യിലോണ്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുത്തി ഉടക്കണം. ഞാൻ അതിൻ്റെ ഇടയിൽ കൈ കാണിക്കേണ്ടോളൂ കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ കൈയൊന്നും വീഡിയോസിൽ കാണാൻ ഭംഗിയില്ല അറിയണോളൂ. അപ്പോൾ എന്നിട്ട് അവൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിസ്ക് എടുത്ത് കൊടുങ്ങാണ്ട് ഒന്ന് കുത്തി ഉടച്ച് സെറ്റാക്കി വെച്ചിട്ടാ. പിന്നെ അതിലേക്ക് പാല് പാരിയാണ്. പാലിൻ്റെ പാക്കറ്റിൽ കട്ടയുണ്ട് പാലുണ്ട്. അപ്പം പാലൊഴിച്ച് ഇളക്കിയതിന് ശേഷം പിന്നെ അതിലത്തെ കട്ടി ഞങ്ങൾ പൊട്ടിച്ചിടുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ലേശം കസ്കസ് പുതിർത്തി വെച്ചിരുന്നു കേട്ടോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് ആദ്യം നല്ല ടാസ്ക്കാണ് കേട്ടോ. ഒഴിഞ്ഞൊരു പാക്കറ്റ് ഉണ്ട്, അതിങ്ങനെ ഞെക്കി പീച്ച് കൊടുക്കണം. അപ്പോൾ അതിലില്ല. അപ്പോൾ പിന്നെ പുതിയ പാക്കറ്റ് എടുത്തുകൊണ്ട് അത് സെറ്റാക്കി ഇട്ടു. പക്ഷെ മധുരം ഉണ്ടായിരുന്നില്ല, വത്തക്ക മധുരം ഇല്ലാത്ത കാരണം പിന്നെ ഞങ്ങൾ പഞ്ചസാര ഇട്ടു കേട്ടോ. പഞ്ചസാര ഇട്ട് ഇളക്കി കൊടുത്താൽ സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ അവൾ പിന്നെയും കത്തിയേണ്ട പഴയത് കട്ടാക്കിയിട്ട് പിന്നെയും പീച്ച് ഇടുന്നുണ്ടായിക്ക്. അപ്പോൾ അതാ നമ്മളെ സർബത്ത് ജ്യൂസ് ശരിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കുക, അത്ര പണിയുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ചെയ്യാനേ മറക്കരുതേ.